താമരശ്ശേരി ചുരം വഴി വയനാട്ടിലോട്ട്. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വയനാട്ടിലെ കാഴ്ചകളും നമ്മൾ പോയ കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ലെറ്റ്സ് എക്സ്പ്ലോർ ഇറ്റ്. ചുരം കയറുമ്പോൾ ഉള്ള വ്യൂ ഉണ്ടല്ലോ, വളരെ മനോഹരമായിരുന്നു. ലൈക്ക് നല്ലൊരു ഭംഗിയുള്ള വ്യൂ തന്നെയായിരുന്നു. കുറേ മലകളും അതുപോലെ തന്നെ കോടയും ആ ഒരു ക്ലൈമറ്റൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. വയനാട്ടിലൊക്കെയുള്ള ഈ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് ടോട്ടൽ 9 ഹെയർ പിൻസ് ആണുള്ളത്. ഈ 9 ഹെയർ പിൻസ് കയറിയിട്ട് വേണം നമുക്ക് മുകളിലെത്താനായിട്ട്. അപ്പോൾ അതൊരു ചെറിയ ലോങ് ജേർണി തന്നെ ആയിരുന്നു. പക്ഷേ പോകുന്ന വഴിക്കുള്ള ഈ 2 സൈഡിലുള്ള വ്യൂ ആണെങ്കിലും, ഒരു സൈഡിൽ ഫോറസ്റ്റും മറ്റൊരു സൈഡിൽ കുറേ മലകളും കുന്നും, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല ചെറിയ തണുപ്പും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആസ്വദിച്ച് പോവാവുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ചുരം കയറി മുകളിലെത്തുന്ന വരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ ഏർലി മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ വയനാട് എത്തിയപ്പോൾ ഒരു 6:30, 7 o'clock ആ ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രാവിലത്തെ ഒരു കോടയും മഞ്ഞൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതൊരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇവിടുത്തെ വ്യൂ ഭയങ്കര മനോഹരമായിരുന്നു കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ അറിയാം, ചെറിയൊരു കുഞ്ഞു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് ആ മഴ തന്നെ അതിനൊരു ഭംഗി കൊടുത്തിരുന്നു. അങ്ങനെ വയനാട് ചുരം കയറുമ്പോൾ ഉള്ള ഏറ്റവും ആദ്യത്തെ വ്യൂ പോയിൻ്റാണ് ലക്കടി വ്യൂ പോയിൻ്റ്. അപ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തി കുറച്ച് നേരം അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചിരുന്നു. നിറയെ കുരങ്ങന്മാരും അതിൻ്റെ കുരങ്ങന്മാരുടെ കുട്ടികളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു വ്യൂ കാണാനായിട്ട്. സീ ലെവലിൽ നിന്ന് 700 മീറ്റർ ഉയരത്തിലാണ് ഈ ലക്കടി വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണിത്. അങ്ങനെ വ്യൂ ഒക്കെ ആസ്വദിച്ച് വെക്കുമ്പോഴാണ് അവിടെ ഒരു കുട്ടിക്കുരങ്ങൻ. അവൻ ചാടിക്കയറി പോകുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഒരു അഡ്വഞ്ചറസ് കിഡ് തന്നെ പറയാൻ. ഈ വഴുക്കല്ലും നല്ല ഗ്രിപ്പോടെ അവൻ പോകുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമ്മളിത് യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ വയനാടിൻ്റെ ഗേറ്റിലെത്തി. അങ്ങനെ നമ്മൾ ഏറ്റവും ഒരു മെയിൻ അട്രാക്ഷനായ ചെയിൻ ട്രീ ഓഫ് കരിന്തണ്ടൻ അഥവാ ചങ്ങലമരം. ഇതാണ് കരിന്തണ്ടൻ എന്ന് പറയുന്ന ആദിവാസി മൂപ്പൻ. പുള്ളിയെക്കുറിച്ചൊരു വലിയ സ്റ്റോറി തന്നെ ഇവിടെ ഉണ്ട്. പണ്ട് കാലത്ത് ടിപ്പു സുൽത്താൻ്റെ പട്ടാളപാതയായിരുന്നു ഈ താമരശ്ശേരി ചുരം. റോഡാക്കി വികസിപ്പിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. അങ്ങനെ ആ റോഡ് ഉണ്ടാക്കാൻ വഴി കാണിച്ചു കൊടുത്തത് ഈ കരിന്തണ്ടൻ എന്ന ആദിവാസിയായിരുന്നു. കാര്യം കഴിഞ്ഞപ്പോൾ അവർ പുള്ളിയെ കൊന്നുകളഞ്ഞു. പിന്നീട് ഈ കരിന്തണ്ടൻ്റെ പ്രേതം അവരെ വേട്ടയാടാൻ തുടങ്ങിയെന്നും ആ പ്രേതത്തെ ഈ ലക്കടിയിലെ ഈ മരത്തിൽ ബന്ധിച്ചു എന്നൊക്കെയാണ് കഥ. അങ്ങനെ കരിന്തണ്ടനെയും കണ്ട് നമ്മൾ യാത്ര തുടർന്നു. അപ്പോൾ അതേ നമ്മൾ സൈഡിൽ ഒന്നൊരു റിഫ്രഷ്മെൻറ്റിന് നിർത്തിയപ്പോൾ അവിടെ ഒരു ഷോപ്പ് കണ്ടു. ആ ഷോപ്പിനകത്ത് കുറച്ച് കരകൗശല വസ്തുക്കളും അതുപോലെ തന്നെ കാണാൻ ഭംഗിയുള്ള കുറേ അധികം ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് കണ്ടു, കയറി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി. പിന്നെ ചെന്നത് എന്നൂർ എന്ന് പറയുന്ന ഒരു പൈതൃക ഗ്രാമത്തിലോട്ടാണ്. എന്നൂരിലേക്ക് നമുക്ക് പോകുന്നെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അതുപോലെ തന്നെ ജീപ്പും സവാരി ചെയ്യുന്നുണ്ട്. കുറച്ച് നടക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ജീപ്പിലാണ് മിക്കതും ആളുകൾ പോകുന്നത്. അങ്ങനെ എന്നൂരിൻ്റെ കവാടത്തിൽ നമ്മളെത്തി. ഈ എന്നൂർ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു ഗോത്ര പൈതൃക ഗ്രാമമാണ്. കേരളത്തിൽ അധിവസിച്ചിരുന്ന ഗോത്ര ജനതയുടെ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിട്ട് അവർ വിഭാവനം ചെയ്തതാണ് ഈ എന്നൂർ എന്ന് പറയുന്നത്. വയനാട്ടിലെ വൈത്തിരിയിലെ 25 ഏക്കറിലാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് കുരിച്യർ, കൂമർ, പണിയർ, കാട്ടുനായ്ക്കർ അങ്ങനെ തുടങ്ങി കുറേ ഗോത്ര വിഭാഗക്കാരുടെ പാരമ്പര്യ കലകളിലൂടെയും അവരുടെ കരകൗശല ഉൽപ്പന്നങ്ങളുടെയും ആ ഒരു സംരക്ഷണമൊക്കെ മുൻനിർത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രാമം ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി വനവിഭവങ്ങളും
അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ നല്ല കാറ്റും ആ ക്ലൈമറ്റൊക്കെ ഭയങ്കരമായിട്ട് ഒരു രസമുള്ള ക്ലൈമറ്റായിരുന്നു. ഗൈസ്, നല്ല കാറ്റാണ്. ഞങ്ങളിത് ഇത്രയും ഭാഗത്തുനിന്ന് കയറി തന്നെ ഞങ്ങൾ മലയുടെ മുകളിലൊരു ഇതെത്തി. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഇത് അങ്ങോട്ട് കയറി പോകണം. ഇതിനുള്ളിലോട്ട് നമുക്ക് നടന്ന് തന്നെ കയറി പോകണം. അപ്പോൾ നടന്നു പോകുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു പാർക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ ഇവിടെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പണ്ടത്തെ ആദിവാസികളുടെ ഒരു ജീവിത രീതിയും അവർ ജീവിച്ചിരുന്ന ഒരു വീടും കാര്യങ്ങളൊക്കെയാണ് അവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ പാർക്ക് ഇതാണ്. അങ്ങനെ നമ്മൾ അവിടെ ഒരു സ്റ്റോറിൽ ഈ വയനാടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള അടമാങ്ങ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഗ്രാമത്തിലോട്ട് കടക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു അമ്പെയ്ത്ത് കേന്ദ്രമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു ഗോത്ര കലാ പൈതൃകം എന്ന് പറഞ്ഞിട്ട് അവരുടേതായ കുറേ കലകളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു വീട് പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അവിടെ ഓരോ ദിവസവും അവരുടേതായ കലാരൂപങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത് നിങ്ങളെ കാണിക്കാം. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും വയനാട് വരാനാണെങ്കിൽ തന്നെ ഈ ഒരു സ്ഥലം ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യണം. നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ കാണാത്ത പല കാര്യങ്ങളും അവിടെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണത്. ഓരോ ഹട്ടായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓരോ ഹട്ടിലും വ്യത്യസ്തമായിട്ടുള്ള പൈതൃകങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് കാർഷിക പൈതൃകത്തെ കുറിച്ചിട്ടും അവർ കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അതുപോലത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ഓരോ ഫോട്ടോയ്ക്ക് താഴെയും അവർ ഇന്ന കാര്യങ്ങളാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ കൃഷികൾ ഇറക്കുന്നത്, അതുപോലെ തന്നെ കൃഷിക്ക് അവർ ഉപയോഗിച്ചിരുന്ന മെത്തേഡുകൾ, അതൊക്കെ അവിടെ നമുക്ക് വിശദമായിട്ട് വായിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. പുതിയൊരു തലമുറയ്ക്ക് നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരാളുകൾ ജീവിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് കുറച്ചും കൂടിയും നല്ലതല്ലേ. അപ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് ആഭരണ കലാപൈതൃകം എന്ന് പറഞ്ഞിട്ടൊരു ഹട്ടിലേക്കാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്, അത് ആരൊക്കെ യൂസ് ചെയ്തിരുന്നു, അങ്ങനെയുള്ള ഞാൻ പറഞ്ഞതിനകത്ത് കുറേ ഗോത്രവർഗ്ഗങ്ങളുണ്ട്. അതിൽ അവർ ആരൊക്കെയാണത് യൂസ് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ചും അതിൻ്റെ പേരും വിവരവും ഒക്കെ കറക്റ്റായി മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഗൃഹപൈതൃകം എന്ന് പറയുന്ന ഹട്ടിലേക്കായിരുന്നു. അവിടെ ഒരു ചേട്ടൻ ഇരുന്നിട്ട് ഈ കൊട്ടയൊക്കെ നെയ്യുന്നുണ്ടായിരുന്നു ലൈവായിട്ട്. പിന്നെ പണ്ടത്തെ അവരുടെ വീട് എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് ഒരു വീട്ടിൽ താമസിച്ചിരുന്നത്, എന്തൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്തിരുന്നു അന്ന്, അതിൻ്റെയൊക്കെ ഒരു ഡിസ്പ്ലേ ആയിരുന്നു അവിടെ. അടുപ്പും അതുപോലെ തന്നെ പണ്ട് കാലത്ത് തണുപ്പായതുകൊണ്ട് അവർ കിടക്കുന്ന മുറിയിൽ തന്നെ ചെറിയൊരു തീയൊക്കെ ഇട്ട് ചൂടിന് വേണ്ടി അങ്ങനെയൊക്കെ അവർ ചെയ്തിരുന്നു. അതൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഒറ്റമുറി വീട്ടിലെ അടുക്കളയും ബെഡ്റൂമും ഒക്കെ വരുന്ന ഒരു ലൈഫ് തന്നെ നമുക്ക് അതിനകത്ത് കയറി ചെല്ലുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ഇതിന്റെ മുകളിലാണ് ഇത് മണ്ണ് മാത്രമാണ്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഒരു ട്രൈബൽ മാർക്കറ്റ് ഉണ്ട്. ഈ മാർക്കറ്റിൻ്റെ മെയിൻ ഉദ്ദേശം ഇവിടുത്തെ ട്രൈബൽസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ കൊണ്ടുവരാനും ഇവിടെ കാണാൻ വരുന്നവർ മേടിക്കുമ്പോൾ അവർക്കതൊരു തൊഴിൽ, അവർക്കൊരു എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുമെന്ന ഉദ്ദേശത്തോടെ ഗവൺമെൻറ് അനുമതി കൊടുത്തിട്ടൊരു ട്രൈബൽ മാർക്കറ്റ് ഉണ്ട് അവിടെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. അവരുടേതായ രീതിയിൽ കുറേ അധികം ട്രൈബൽ മെഡിസിൻസ്, അതുപോലെ തന്നെ വനവിഭവങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, അവർ തന്നെ മേക്ക് ചെയ്തിരിക്കുന്ന പാത്രങ്ങൾ, മൺപാത്രങ്ങൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. നമുക്ക് വിസിറ്റേഴ്സിന് വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ അവിടെ കണ്ട ഒന്നാണ് പപ്പടക്കോല്, പപ്പടക്കുത്തി, അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ പറയാം. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ പറയാന്നറിയില്ല. അത് കണ്ടായിരുന്നു, അത് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ച് നമ്മൾ ജീപ്പിലാണ് താഴോട്ട് പോകുന്നത്. കാരണം നടക്കാൻ ഒത്തിരി ഉള്ളത് കൊണ്ട് ജീപ്പ് സർവീസ് നമ്മൾ ഓൾറെഡി എടുത്തിരുന്നു. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോയത് പൂക്കോട് ലേക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മളതേ പൂക്കോട് ലേക്കിലോട്ട് പോവാണ്. ഈ ലേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇന്ത്യയുടെ മാപ്പ് പോലെ ഇരിക്കുന്നതാണ് പറയുന്നത്. അതായത് ഒരു ഡ്രോൺ വ്യൂ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് ബോട്ടിങ്ങിന് പോയി. ബോട്ടിങ്ങിന് വന്ന ആ തുഴയണ ആള്, പുള്ളിക്കാരൻ നല്ല സൂപ്പർ മനുഷ്യനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. ഈ ഒരു തടാകം എന്ന് പറയുന്ന ഒരു മീൻ വളർത്തൽ കേന്ദ്രം കൂടിയാണ്. ഇപ്പോൾ ഈ ഒരു പൂക്കോട് ലേക്കിൽ മാത്രം കാണുന്ന ഒരു പരലുണ്ട്, അതിനെ പൂക്കോടൻ പരലെന്നാണ് വിളിക്കുന്നത്. കുഞ്ഞൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ബോട്ടിങ്ങിലെ വ്യൂവും ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. ഫിഷറീസ് ഈ പിങ്ക് കളറിൽ ഇങ്ങനെ പായ വിരിച്ച പോലെ കിടക്കുന്നത് നമ്മുടെ പായലിൻ്റെ പൂക്കളാണ് കേട്ടോ. ഞാൻ ആദ്യം കരുതി വേറെ വല്ല പൂക്കളൊക്കെ കൊഴിഞ്ഞ് കിടക്കുന്നതായിരിക്കും എന്നാണ്. രാവിലെ വന്നിട്ട് തിരക്കല്ലേ, 12 മണിയാകുമ്പോൾ വരുന്നത്. ഇന്റർലോക്ക് ചെയ്തപ്പോൾ തന്നെ സൈക്കിളിന് വേണ്ടിയിട്ട് ഇന്റർലോക്ക് ചെയ്തത്. ഇപ്പോൾ ട്രെയിൻ വരുന്നുണ്ട്, എപ്പോഴാണെന്നറിയില്ല. പുള്ളി ഒരു നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, നല്ല സംസാരം. പുള്ളി ഇവിടത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പുള്ളി കാര്യങ്ങളൊക്കെ നന്നായി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിരുന്നു. അതുപോലെ നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾക്ക് ഒത്തിരി നന്ദി പറയുന്നു. കാരണം അയാളെ കിട്ടിയത് കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ആ ബ്ലാക്ക് കളറിൽ മൂവ് ചെയ്യുന്നതുണ്ടോ, അതാണ് ഫിഷ്. നല്ല വലിയ വലിയ ഫിഷുകളുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മഴയും അതുപോലെ തന്നെ നമ്മൾ ബോട്ടിങ് ചെയ്യുന്നത് കൊണ്ടും കാണാൻ പറ്റിയില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ കണ്ടു. ഈ പായലിൻ്റെ പൂവാണെങ്കിലും അത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അകലെ നിന്ന് നോക്കുമ്പോൾ ഒരു രസമുണ്ട്, അടുത്ത് വരുമ്പോൾ മറ്റൊരു ഭംഗി. ഒത്തിരി നീർക്കോലിയുണ്ടെന്ന് പുള്ളി പറഞ്ഞെങ്കിലും ഞങ്ങളങ്ങനെ വിശ്വസിച്ചില്ല. പക്ഷെ ആളെ കണ്ടപ്പോൾ വിശ്വാസമായി. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ഫിഷ് സ്പായ്ക്ക് പോയി. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ഫിഷ് സ്പാ ഉണ്ടായിരുന്നു. അവിടെ നമ്മളത് കാലക്കിട്ട് മീനിനെ കൊത്താൻ കൊടുത്തു. അങ്ങനെ പൂക്കോട് ലേക്കൊക്കെ കണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബാനാസുര സാഗർ ഡാമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളത് ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടുന്ന് ഡാമിലോട്ട് ഒരു 20-25 മിനിറ്റ് നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഒരു ചെറിയ സർവീസ് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വണ്ടിയിൽ നമുക്ക് മുകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി കയറിയത് മുകളിലെത്തിയപ്പോൾ നല്ല മഴ.
പക്ഷേ അവിടുത്തെ ക്ലൈമറ്റ് നല്ലതായിരുന്നു. മഴയാണെങ്കിലും പെട്ടെന്ന് തന്നെ മഴയൊക്കെ കുറഞ്ഞു. അപ്പോൾ അതേ നമ്മൾ നടക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്തോട്ട് നമ്മൾ നടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. മലയും കോടമഞ്ഞിറങ്ങിയിട്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട്. ബാണാസുര ഡാം എന്ന് പറയുന്നത് ഒരു 1 കിലോമീറ്റർ നീളത്തിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടാണ് ഇവിടുത്തെ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മണ്ണ് കൊണ്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടും ഏഷ്യയിലെ തന്നെ 2nd അണക്കെട്ടുമാണ് ഈ ബാണാസുര സാഗർ ഡാം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇവിടെ ബോട്ടിങ് കൂടാണ്ട് കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ട്. കയാക്കിങ്, അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കുറച്ച് ചെറിയ ആക്ടിവിറ്റീസുകളുമുണ്ട്. വലിയവർക്കുള്ളതുണ്ട്. ഇത് ഭയങ്കര ഫണ്ണായിരുന്നു. ഇതിൻ്റെ മേത്തിൽ നിന്ന് വീഴാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത കാശ് തിരിച്ചു കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ആരായാലും വീണു പോകും. കുറച്ച് കഴിയുമ്പോൾ സ്പീഡ് കൂടും. അത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മളും ഒരു സ്പീഡ് ബോട്ടിൽ പോകാമെന്ന് വെച്ചു. നമ്മൾ സ്പീഡ് ബോട്ട് എടുത്തു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, ആ വാട്ടറിൻ്റെ ഒരു ശബ്ദവും ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഈ നമ്മുടെ ബോട്ടിംഗ് എന്ന് പറയുന്ന സ്പീഡ് ബോട്ട് പോകുന്ന ഒത്തിരി ദൂരം കേട്ടോ. ഒത്തിരി ദൂരം കവർ ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാമ്പുകളുണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളൊന്നിനും കണ്ടൊന്നുമില്ല, എന്നാലും ഉണ്ടാവായിരിക്കും. പിന്നെ ഈ മല ഭയങ്കര ഭംഗിയായിരുന്നു. ഇതൊരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ആ സൂര്യൻ പോയി ഇരുട്ടാവുന്ന ആ ഒരു സമയം അത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ വയനാട്ടിലെ ആദ്യത്തെ ദിവസം നമ്മൾ ഇത്രയൊക്കെ സ്ഥലങ്ങളിലേ പോയുള്ളൂ. അങ്ങനെ നമ്മുടെ വയനാട്ടിലെ 2ാമത്തെ ദിവസമായി. ഇന്ന് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടോ. രാവിലെ ഒരു 5:30 ഒക്കെ ആയപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഐറ്റിനറി എന്ന് പറയുന്നത് തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി. അവിടേക്ക് നമ്മളൊരു ജീപ്പിൽ സഫാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ വന്നു. പിന്നെ ഈ വരുന്നതൊക്കെ നമുക്ക് പോകാനുള്ള ജീപ്പുകളാണ്. ഇങ്ങനത്തെ ഒരു ജീപ്പിലാണ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ ഒരു സഫാരി ഉള്ളത്. അപ്പോൾ അതിന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ അതേ വണ്ടി കയറാൻ പോവാണ്. ഇനി ഫോറസ്റ്റിനുള്ളിലെ കാഴ്ചകളാണ്. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് മാനന്തവാടി കൊടക് റോഡിലാണ്. ഈ ഒരു തോൽപ്പെട്ടി എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 7 മുതൽ 10 വരെയും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ്. അങ്ങനെയാണ് ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളിതേ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളൊരു സാമ്പാടിയറിനെ സ്പോട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവനെയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ജേർണി സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്താ കാണാൻ പോകുന്നുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ രാവിലെ ഒരു ജീപ്പ് സഫാരി ഭയങ്കര രസമായിരുന്നു. നല്ല നല്ല സ്ഥലങ്ങളായിരുന്നു. ആ ഫോറസ്റ്റ് കാണാൻ തന്നെ രസമായിരുന്നു. ഈ തോൽപ്പെട്ടി എന്ന് പറയുന്നത് കർണാടക ഫോറസ്റ്റും തോൽപ്പെട്ടിയും അടുത്തടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബൗണ്ടറീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്നുള്ള ആനിമൽസ് ഇങ്ങോട്ട് വരാനും ഇവിടെ നിന്ന് ആനിമൽസ് അങ്ങോട്ട് പോകാനും ഇടയാക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ആനിമൽസ് ഉണ്ടെന്ന് പറയുന്നു. ആനയും അതുപോലെ തന്നെ കടുവയും കാട്ടുപോത്ത്, അങ്ങനെ നമുക്ക് സൈറ്റിങ് കിട്ടുകയാണെങ്കിൽ കാണാം. തോൽപ്പെട്ടി വിസിറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് ഒക്ടോബർ ടു മെയ് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഒക്ടോബറിലാണ് പോയെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ചെറിയ മഴയൊക്കെ ഉള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അനിമൽ സ്പോട്ടിങ് വളരെ കുറവായിരിക്കുന്ന ഡ്രൈവർ നമ്മളോട് അപ്പം തന്നെ പറഞ്ഞിരുന്നു. എന്നാലും നമ്മൾ പ്രതീക്ഷ കൈവിട്ടില്ല. മുൻപോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കാണാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ച് പോകുന്നു.
പക്ഷേ ഈ അതിരാവിലെ തന്നെ ഫോറസ്റ്റിലൂടെ ഈ ഒരു ജീപ്പ് സഫാരി എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു അത്. അതിലിപ്പോൾ അനിമൽസിലെ കണ്ടില്ലെങ്കിലും ഒരു പ്രോബ്ലം ഇല്ല എന്ന രീതിയിലുള്ളൊരു ഫീലിങ്സ് ആയിരുന്നു. പക്ഷേ എന്നാലും കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ മാറി നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1.5 ഹവറിലുള്ളൊരു ട്രാവലാണ് നമുക്ക് ഈ ജീപ്പ് സഫാരി എന്ന് പറയുന്നത്. നമുക്ക് ഫ്രണ്ടിൽ 1-2 ജീപ്പൊക്കെ പോയിരുന്നു കേട്ടോ. ആദ്യം അവരെ കണ്ടില്ല, അങ്ങനെ നമ്മളും അവരുടെ പിന്നാലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം മഴ മാറിയൊരു വെയിൽ വന്നായിരുന്നു. അപ്പോൾ അതേ നോക്കുമ്പോൾ നിറയെ പുള്ളിമാനുകൾ. ഈ പുള്ളിമാൻ്റെ പോപ്പുലേഷൻ ഇവിടെ കൂടുതലാണെന്ന് തോന്നുന്നു. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കുറേ അധികം കണ്ടിരുന്നു കേട്ടോ. ഇങ്ങോട്ട് കിടന്നപ്പോൾ ശരിക്കും പുല്ലൊന്നും ഇല്ലാണ്ട് നല്ല വെട്ടി വൃത്തിയാക്കി നിർത്തിയിരിക്കുക. അപ്പം ഞങ്ങൾ ഡ്രൈവറോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെ ഇവിടെ പുല്ലൊക്കെ ക്ലിയറൻസ് ചെയ്യുന്നു. ഇതൊരു വാച്ച് ടവറാണ്. കുറേ നാൾ മുമ്പ് ഇവിടുത്തെ ഒരു വാച്ചർ ഇവിടുത്തെ കടുവ പിടിച്ചതായിട്ടൊക്കെ ന്യൂസൊക്കെ വന്നിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ബോൺസ് മാത്രമാണ് ബാക്കി കിട്ടിയെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ കടുവയും പുലിയൊക്കെ ഉള്ള കാട് തന്നെയാണ്. പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കണം അവരാരും പുറത്തിറങ്ങിയിട്ടില്ല. അങ്ങനെ കുറച്ച് ദൂരം ഫ്രണ്ടിൽ ചെന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ജീപ്പിലെ ആളുകൾ എന്തോ ഒന്ന് സ്പോട്ട് ചെയ്തെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ഒരു കടുവയുടെ ഒരു ഫുട് പ്രിൻറ്റ്. അപ്പോൾ കടുവയുണ്ടെന്ന് ഉറപ്പായി. പക്ഷേ ആളെ കണ്ടില്ല, ഫുട് പ്രിൻറ്റ് മാത്രമാണ് നമുക്ക് കിട്ടിയത്. പിന്നെ കണ്ടത് ഇതൊരു ആദിവാസി അമ്പലമാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ആദിവാസികൾ തേനെടുക്കാനൊക്കെ പോകുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവർ പോകാമെന്നും അതുപോലെ തന്നെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ടെന്നും ഡ്രൈവർ ചേട്ടൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയപ്പോഴാണ് ഫ്രണ്ടിലുള്ള ജീപ്പുകാർ പറഞ്ഞത് ഇവിടെ എന്താ കടുവയെ സ്പോട്ട് ചെയ്തു എന്ന്. പക്ഷെ കാണാനൊന്നും പറ്റിയില്ല, കുറച്ച് നേരം നോക്കിയിരുന്നു. അങ്ങനെ നമുക്ക് കിട്ടിയ അടുത്ത സ്പോട്ടിംഗ് ആണ് ഈ കുരങ്ങന്മാരെ. പിന്നെ കണ്ടത് ഈ ഒരു പാലം പോലെ, ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് ചെന്നപ്പോൾ കുറേ മരങ്ങൾ ഇതായി ഇങ്ങനെ ഫുള്ള് ഇലയൊക്കെ കൊഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ഡ്രൈവർ ചേട്ടൻ പറയും ഇതൊക്കെ ആന തിന്നതാണ്. അതായത് ഈ മരത്തിൻ്റെ തൊലിക്കൊരു ചെറിയ മധുരം ഉള്ളത് കൊണ്ട്
ഇതിൽ ആന വന്ന് ആ തൊലി തിന്ന്, അതുകൊണ്ടാണ് ഈ മരം ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് ആൾ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ സഫാരി ഏതാണ്ട് തീർന്നു. പ്രത്യേകിച്ച് ആനിമൽസിനൊന്നും കണ്ടില്ലെങ്കിലും ഒന്നോ രണ്ടെണ്ണത്തിനെ കണ്ടു. തിരിച്ചതേ നമ്മൾ കയറിയ സ്ഥലത്തോട്ട് മെയിൻ റോഡിൽ കൂടെയാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ തോൽപ്പെട്ടിയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ തോൽപ്പെട്ടിയോട് തന്നെ അടുത്ത് കിടക്കുന്നതാണ് കർണാടക. അവിടെ കൂർഗ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ അവിടെ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ്. ഇറുപ്പ് ഫോൾസ് എന്ന് പറഞ്ഞിട്ടാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളതേ കർണാടകയിൽ കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളം പോലെ തന്നെ നല്ല രസമുള്ള സ്ഥലമാണ് കർണാടക. രണ്ട് സൈഡിലും കാപ്പിത്തോട്ടങ്ങളൊക്കെ ആയിട്ട് ജീപ്പിൽ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അങ്ങനെ നമ്മളിതേ ആ വാട്ടർഫോൾസിൻ്റെ പോകുന്ന എൻട്രൻസിലെത്തി. ഒരു കിലോമീറ്ററോളം ഉള്ളിലോട്ട് നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ നമ്മളിതേ നടക്കുകയാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ സീനറിയിലൊക്കെ കാണുന്ന പോലെ മലകളും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ മുമ്പോട്ട് ചെന്നപ്പോഴാണ് ഒരു മരത്തിലൊരു സംഭവം കണ്ടത്. ഈ ഉറുമ്പിൻ്റെ ഒക്കെ കൂട് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അത് രസമായിരുന്നു കാണാനായിട്ട്. ഇവിടെ ഈ വാട്ടർഫോൾസിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വായിക്കാൻ പറ്റിയില്ല. കർണാടകയിലെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വെള്ളച്ചാട്ടമാണ് ഈ ഇറുപ്പ് ഫോൾസ് എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തൂക്കുപാലം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അത് കയറാനും അവിടുത്തെ ഒരു വ്യൂ ഒക്കെ ഭയങ്കര രസമായിരുന്നു. കർണാടകയിലെ കുടക് ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ കുറേ സ്റ്റെപ്സൊക്കെ കയറിയിട്ട് വേണം പോകാൻ. ആ പോകുന്ന വഴിയും അതുപോലെ തന്നെ ആ ഒരു കാടിൻ്റെ ഭംഗിയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ തൊട്ടടുത്തായിട്ട് ഇറുപ്പ് ശ്രീ രാമേശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിളുണ്ട്. ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമാണ് ഈ ഒരു വെള്ളച്ചാട്ടം. അപ്പോൾ ഇതുവഴി അങ്ങനെ കയറി നമുക്ക് കുറച്ചും കൂടെ നടക്കാനുണ്ട് വെള്ളച്ചാട്ടത്തിലോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇറുപ്പ് വാട്ടർഫോൾസ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കുടകിൽ നിന്ന് കാവേരി നദിയിലേക്ക് ഒഴുകുന്ന പുഴയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം നിൽക്കുന്നത്. ഈ ഒരു വെള്ളച്ചാട്ടത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ലക്ഷ്മണ തീർത്ഥ ഫോൾ എന്നും കൂടെ കർണാടകയിലെ ആളുകൾ ഈ ഒരു വെള്ളച്ചാട്ടത്തെ വിളിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ മെയിൻ വാട്ടർ കോഴ്സ് എന്ന് പറയുന്നത് ലക്ഷ്മണ തീർത്ഥ റിവറാണ്. അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേരും കൂടെ വരാൻ കാരണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമാണ് ഈ ഒരു വെള്ളച്ചാട്ടം. 170 ഫീറ്റ് ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്.
കുടകിലെ തന്നെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ ഒരു വാട്ടർഫോൾസ്. കാരണം ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഒരു ഫേമസ് ഒരു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ രാമേശ്വര ടെമ്പിൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. ശിവരാത്രി ഫെസ്റ്റിവൽസിനൊക്കെ ഒത്തിരി അധികം ആളുകൾ വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണിത്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ച് വീണ്ടും കേരളത്തിലോട്ട് പോവാണ്. അപ്പം നമ്മുടെ ഒരു കുട്ടി വയനാടൻ ട്രിപ്പായിരുന്നു. അത് ദേ ഇവിടെ നിർത്തുകയാണ്. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ നമ്മളതേ ചുരമൊക്കെ ഇറങ്ങി താഴോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ സ്ട്രെയിറ്റ് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് മീ.